ഹലോ, എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. സീരിയൽ മാനിയ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഞാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ ചെമ്പനീർപ്പൂവ് സീരിയലിന്റെ നാളത്തെ ആ ഒരു സൂപ്പർ ഹിറ്റ് കഥയും ഒക്കെ ആയിട്ടാണ്. അപ്പോൾ നേരെ ആ കഥയിലേക്ക് പോയാലോ. അങ്ങനെതാ നമ്മുടെ ചന്ദ്രമതി രേവതിയോട് മോശമായിട്ട് സംസാരിക്കുകയാണ്. അവൾ ഇവിടെ നിൽക്കുന്നത് കൊണ്ട് ഈ കല്യാണം നാശമായി പോകുമെന്നും അതുപോലെ തന്നെ നീ ഈ കല്യാണത്തിന് തിരിതെളിയിച്ചു കഴിഞ്ഞാൽ പിന്നെ സുധിയുടെയും ശ്രുതിയുടെയും ജീവിതം മൊത്തത്തിൽ ഇരുട്ടിലേക്ക് പോകും എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു. അതും കൂടാതെ ദരിദ്രം പിടിച്ച ഒരു പൂക്കാരി കുടുംബത്തിൽ നിന്നല്ലേ നീ വന്നത്. ദേ ശ്രുതി ഉണ്ടല്ലോ, നല്ല അന്തസ്സുള്ള തറവാട്ടി പറഞ്ഞ കുട്ടിയാണ്. അവളുടെ കല്യാണത്തിന് നീ എല്ലാ കാര്യങ്ങളും മുന്നിട്ട് നിന്ന് ചെയ്തു കഴിഞ്ഞാൽ അത് മോശമായിട്ട് തന്നെ വരുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അതിനുശേഷം ഇതൊക്കെ തനിക്ക് താങ്ങാവുന്നതിലും അപ്പുറം ആയതുകൊണ്ട് തന്നെ നമ്മുടെ രേവതി ആണെങ്കിൽ അവിടെ നിന്നില്ല. കണ്ണൊക്കെ കലങ്ങി പുള്ളിക്കാരിത ലക്ഷ്മിയമ്മയുടെയും ദേവുവിൻ്റെയും അതുപോലെ ശരത്തിൻ്റെയും അടുത്ത് വന്നു. അപ്പം അവിടെ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കിനും ദേവു ചോദിച്ചു, ചേച്ചി എന്താ ചേച്ചിക്ക് എന്താ പറ്റിയെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കിനും നടന്ന കാര്യങ്ങൾ മുഴുവനും നമ്മുടെ രേവതി ദേവുവിനോടും ലക്ഷ്മിയമ്മയോടും ഒക്കെ പറഞ്ഞു. മോളെ, നീ ഇത്രയൊക്കെ സഹിച്ചാണല്ലേ ആ വീട്ടിൽ ജീവിക്കുന്നത്. അമ്മ പല കാര്യങ്ങളും അറിയുന്നത് ഈ സമയത്താണ്. എന്തിനാ മോളെ ഇങ്ങനെയൊക്കെ സഹിക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പം അതൊന്നും സാരമില്ലമ്മേ, ഇതൊക്കെ ഇപ്പം എൻ്റെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളാണല്ലോ, അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളോടും ഞാൻ പൊരുത്തപ്പെട്ടു തുടങ്ങിയെന്നൊക്കെ പറഞ്ഞ് ഇവളിങ്ങനെ അമ്മയോട് സമാധാനമായിട്ട് സംസാരിച്ചു. എന്നാലും പാവത്തിൻ്റെ ഉള്ളിൽ നല്ല വിഷമമുണ്ട്. അങ്ങനെ ഇവർ നിൽക്കുന്ന ആ ഒരു സമയത്താണെങ്കിലോ നമ്മളെ കാണിക്കുന്നത് നമ്മുടെ സച്ചി അവിടെ എത്തുകയാണ്. സച്ചി വന്ന പാടെ തന്നെ ഇവരെല്ലാവരും പുറത്ത് നിൽക്കുന്ന കാഴ്ച കാണുമ്പോഴത്തേക്കിനും നേരെ വന്നിട്ട് ചോദിച്ചു, അല്ല രേവതി, കല്യാണം നടന്നില്ലല്ലേ? കല്യാണ പെണ്ണ് വന്നു കാണില്ലല്ലേ? അതുകൊണ്ടാണോ നിങ്ങളെല്ലാവരും വെളിയിൽ നിൽക്കുന്നേ? അതൊന്നും അല്ലാന്നും പറഞ്ഞ് അവളുടെ സങ്കടങ്ങളൊക്കെ മറച്ചു പിടിക്കുന്ന രീതിയിൽ സച്ചിക്ക് മുഖം കൊടുക്കാതെ പുള്ളിക്കാരി നിന്ന് തിരിഞ്ഞു കളിക്കുകയാണ്. അപ്പം ദേവുവിനോട് നമ്മുടെ സച്ചി ചോദിച്ചു, അല്ല ദേവു, കല്യാണ പെണ്ണ് വന്നില്ലേ? എന്താ ഇവിടെ സംഭവിച്ചത്? അതോ കല്യാണം കഴിഞ്ഞോ എന്ന് ചോദിക്കുമ്പം കല്യാണ പെണ്ണൊക്കെ വന്നു, അവിടെ മുഹൂർത്താവുന്നതേ ഉള്ളൂ. സച്ചിയേട്ടൻ അങ്ങോട്ട് ചെല്ലെന്ന് പറയുമ്പം അല്ല, മുഹൂർത്തമായിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങളൊക്കെ എന്താ ഇവിടെ നിൽക്കുന്നത്? നമുക്ക് എല്ലാവർക്കും കൂടി അങ്ങ് പോവാന്നും പറഞ്ഞ് സച്ചി ഇവരെ അങ്ങ് കൂട്ടാൻ നിൽക്കുമ്പോഴത്തേക്കിനും നമ്മുടെ രേവതി ആണെങ്കിൽ വേണ്ട, ഞാൻ വരുന്നില്ല, എനിക്ക് ഭയങ്കര തലവേദന, എനിക്ക് വീട്ടിൽ പോകണമെന്നും പറഞ്ഞ് അവളിങ്ങനെ സച്ചിയുടെ അടുത്ത് സംസാരിച്ചു. അപ്പം രേവതിയുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കിയ നമ്മുടെ സച്ചിയാണെങ്കിലോ ഇവൾക്ക് എന്തൊക്കെയോ ഒരു സങ്കടം ഉണ്ടല്ലോ, ഇവൾക്ക് എന്താ പറ്റിയത് എന്നുള്ള രീതിയിൽ രേവതിയോട് ചോദിച്ചു, എടി നിനക്ക് എന്താ പറ്റിയത്? എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിനക്ക് എന്നോട് പറയാമല്ലോ എന്ന് ചോദിച്ചു. അപ്പോഴും രേവതി ഒരു അക്ഷരം പോലും മിണ്ടിയില്ല. അവസാനം ദേവുവിന്റെ അടുത്ത് ചോദിച്ചു, എടി ദേവു, സത്യം പറയേ, നിന്റെ ചേച്ചിയുടെ കണ്ണെന്താ കലങ്ങിയിരിക്കുന്നത്? അവൾക്ക് എന്ത് പറ്റി എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കിനും ദേവു പറഞ്ഞു, അകത്ത് അമ്മ ഇങ്ങനെയൊക്കെ പറഞ്ഞെന്നും വളരെ മോശമായിട്ടാണ് അമ്മ സംസാരിച്ചതെന്നും ഉള്ള കാര്യമൊക്കെ അറിഞ്ഞു. സച്ചിയാണെങ്കിൽ കലി പൂണ്ട് നിൽക്കുകയാണ്. ആഹാ, ആ തള്ള അങ്ങനെയൊക്കെ പറഞ്ഞു എന്നുള്ള രീതിയിൽ ഇപ്പൊ തന്നെ അവരോട് ചോദിച്ചിട്ട് തന്നെ കാര്യമൊന്നും പറഞ്ഞ് ഇവൻ അങ്ങ് കയറി പോകാൻ തുടങ്ങുമ്പോൾ രേവതി പറഞ്ഞു, നിങ്ങളൊരു പ്രശ്നത്തിന് പോവരുത്, ദയവ് ചെയ്ത്, നല്ലൊരു കാര്യം നടക്കുന്നതല്ലേ, നമ്മളായിട്ട് ഇവിടെ ഒരു വിഷയം ഉണ്ടാക്കരുത്. അതുമല്ല ഇനി അതുകൂടെ എൻ്റെ തലയിൽ നിങ്ങളുടെ അമ്മ കൊണ്ടുവന്ന് വെക്കും. അതുകൊണ്ട് ദയവ് ചെയ്ത് നമുക്ക് ഇവിടുന്ന് പോവാന്ന് പറയുമ്പോഴത്തേക്കിനും, അതേ നീ ആരാണെന്ന് അവർക്ക് ഞാൻ അറിയിച്ചു കൊടുക്കാം. ഈ സച്ചിയുടെ ഭാര്യയാണ് നീ. എൻ്റെ ഭാര്യയെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങനെ വെറുതെ വിട്ട് കളയാനൊന്നും എനിക്ക് പറ്റില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞ് സച്ചി ദേഷ്യത്തിലങ്ങ് രേവതിയുടെ കയ്യും പിടിച്ച് കയറി അങ്ങ് ചെല്ലുകയാണ്. അങ്ങനെ കതിർ മണ്ഡപത്തിൽ എത്തുന്ന സമയത്താണെങ്കിലോ ചന്ദ്രമതി ആണെങ്കിൽ സുധിയുടെയും ശ്രുതിയുടെയും വിവാഹം അല്പനിമിഷത്തിനകം നടക്കും. ആ ഒരു സന്തോഷത്തിൽ ഇങ്ങനെ ആസ്വദിച്ച് അവിടെ അങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴത്തേക്കിനും സച്ചിയുടെ വരവ് കണ്ടതും നമ്മുടെ ഭാമ പറഞ്ഞു, എടി ആ വരവൊന്ന് നോക്ക്, എന്തോ ഒരു പന്തികേടുണ്ടല്ലോ. ഈശ്വര, ഇനി രേവതി നടന്ന കാര്യങ്ങളൊക്കെ പോയി സച്ചിയുടെ അടുത്ത് പറഞ്ഞു കാണുവോ? ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുമ്പോഴത്തേക്കിനും സച്ചിയാണെങ്കിൽ എല്ലാവരും ഒന്ന് നിർത്തിക്കേന്ന് പറഞ്ഞു. അപ്പൊ കൊട്ടും മേളവും കൊരവയും ഒക്കെ അവിടെ നടക്കുന്ന ആ ഒരു സമയത്താണ് സച്ചി അങ്ങ് ചെന്നത്. എല്ലാവരും താലിയൊക്കെ തൊട്ട് വണങ്ങുന്ന ആ ഒരു സമയം അവിടെ ചെന്നതും സച്ചി പറഞ്ഞു, അതേ ഇതൊക്കെ ഒന്ന് നിർത്തിവെച്ച് എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. ഇത് കേട്ടതും നമ്മുടെ സുധിയാണെങ്കിൽ, എടാ സച്ചി, നിനക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ വീട്ടിൽ വന്നിട്ട് സംസാരിക്കാം, അല്ല നീ എന്തിനാ ഇപ്പൊ കല്യാണം നിർത്തിവെക്കാൻ പറയുന്നത് എന്നും പറഞ്ഞ് അവൻ ദേഷ്യപ്പെടുമ്പോഴത്തേക്കിനും, നിന്റെ കല്യാണം നടക്കണമെങ്കിൽ ഞാനിപ്പൊ പറഞ്ഞത് കേൾക്കണമെന്ന് പറഞ്ഞു. അപ്പൊ സച്ചിയുടെ സ്വഭാവം സുധിക്ക് നല്ലതുപോലെ അറിയാമല്ലോ. അതുകൊണ്ട് തന്നെ സുധിയാണെങ്കിലും
കുറച്ച് സമയത്തേക്ക് മിണ്ടാതെ ഇരിക്കുകയാണ്. ഈ സമയം ചന്ദ്രമതി പറഞ്ഞു, ഇവൻ ഇത് തന്നെയാണല്ലോ പണി, നിനക്ക് എന്തിന്റെ കേടാടാന്ന് ചോദിച്ച് നമ്മുടെ സച്ചിയുടെ നേരെ ചന്ദ്രമതി ചെല്ലുമ്പോഴത്തേക്കിനും സച്ചി പറഞ്ഞു, അതെ, ഇവിടെ രേവതി കണ്ണ് കലങ്ങി നിൽക്കുന്നത് നിങ്ങളാരും കണ്ടില്ലേന്ന് ചോദിക്കുക. അപ്പോഴാണ് നമ്മുടെ അച്ചമ്മയും രവിയും ഒക്കെ, മോളെ നിനക്ക് എന്താ പറ്റിയത്? ഞാൻ ഓർത്തത് നീ നിന്റെ അമ്മയെ സഹായിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയതായിരിക്കുമെന്ന്. എന്താ പറ്റിയെന്ന് അച്ചമ്മ ചോദിക്കുകയാണ്. അപ്പം അച്ചമ്മയും രവിയും മറിഞ്ഞും തിരിച്ചും ഒക്കെ ചോദിച്ചു. രേവതി ആണെങ്കിൽ ഒരക്ഷരം പോലും മിണ്ടുന്നുമില്ല. ആ സമയം നമ്മുടെ സച്ചിയാണെങ്കിൽ എൻ്റെ ഭാര്യ അപശകുനമാണെന്നും അവള് നല്ലൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അത് നശിച്ചു പോകുമെന്നും ഒക്കെ ഇവിടെ ഒരാൾ പറഞ്ഞു. ആരാണ് ആ ഒരാൾ എന്നുള്ള രീതിയിൽ നമ്മുടെ അച്ചമ്മ ചോദിക്കുമ്പോഴത്തേക്കിനും ആ ഒരാളെ ഇനി ഞാൻ പ്രത്യേകം പറഞ്ഞു തരണോ? അങ്ങനെ നമ്മുടെ സച്ചി നേരെ ചന്ദ്രമതിയുടെ മുഖത്തേക്ക് നോക്കി. അപ്പൊ ചന്ദ്രയാണെങ്കിൽ, ഈശ്വര ഇവൻ എന്നെ കാണിച്ചു കൊടുക്കുകയാണെന്നും പറഞ്ഞ് ചന്ദ്ര ഇങ്ങനെ നിന്ന് വിറയ്ക്കുമ്പോഴത്തേക്കിനും നമ്മുടെ രവി ആണെങ്കിൽ, ചന്ദ്രേ നിനക്ക് അല്പമെങ്കിലും നാണോ മാനോ ഒക്കെ ഉണ്ടോ? ഈ സമയം നിന്റെ മകന്റെ കല്യാണം നടക്കേണ്ട സമയമല്ലേ? ആ സമയത്ത് പോലും നീ ആ കൊച്ചിനെ വെറുതെ വിടുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ദേഷ്യത്തിൽ സംസാരിക്കുമ്പോഴത്തേക്കിനും ചന്ദ്രമതി പറഞ്ഞു, ആ ഞാൻ പറഞ്ഞത് സത്യമാണല്ലോ, ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റ്? ദേ ഇവന്റെ ജീവിതത്തിലേക്ക്, നമ്മുടെ വീട്ടിലേക്ക് വലതുകാലം എടുത്ത് വെച്ച് വന്നു. അതിനുശേഷം എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായി. അപ്പൊ സച്ചിയാണെങ്കിലോ ഈ ചന്ദ്ര പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടു സച്ചിക്ക് ശരിക്കും ദേഷ്യം വന്നു. അവനാണെങ്കിൽ പറഞ്ഞു, അതെ അത് രേവതിയുടെ ജാതകദോഷമൊന്നും അല്ല. ദേ നിങ്ങളുടെ മകൻ എന്തൊക്കെ കാര്യങ്ങളാണ് ഇവളുടെ ജീവിതത്തിൽ ചെയ്തത്, എന്നിട്ടിപ്പൊ അവനവിടെ ഞെളിഞ്ഞിരിക്കുകയാണ്. ഇവനും അതുപോലെ തന്നെ ഇവൻ കെട്ടാൻ പോകുന്ന പെണ്ണും ഒക്കെ പക്ക ഫ്രോഡാണ്. ആ കാര്യം നിങ്ങൾക്ക് അറിയാവോന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും ചന്ദ്ര ഒരക്ഷരം പോലും മിണ്ടിയില്ല. ചന്ദ്ര ഇതൊക്കെ കേട്ട് അവിടെ ഇങ്ങനെ പേടിച്ച് നിൽക്കുക. സച്ചി ഇനി സത്യങ്ങളൊക്കെ വിളിച്ചു പറയൂ എന്നുള്ളൊരു പേടി. മര്യാദക്ക് എൻ്റെ ഭാര്യയെ വേദനിപ്പിച്ചതിന് നിങ്ങൾ മാപ്പ് പറയണമെന്നും പറഞ്ഞു നമ്മുടെ ചന്ദ്രമതിയോട് മാപ്പ് പറയാൻ പറയുക. അപ്പൊ ചന്ദ്രയല്ലേ ആള്, പുള്ളിക്കാരി അങ്ങനെ ആരും പറഞ്ഞാലും ഒന്നും കേൾക്കില്ലല്ലോ. അതുകൊണ്ട് തന്നെ ചന്ദ്ര ഇങ്ങനെ ദേഷ്യപ്പെട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കിനും നമ്മുടെ സച്ചി അറ്റ കൈ പ്രയോഗിക്കുകയാണ്. ഇവിടെ സുധിയുടെ താലിമാല എല്ലാവരും തൊട്ട് വണങ്ങിക്കൊണ്ടിരിക്കുവായിരുന്നല്ലോ. ആ സമയത്താണല്ലോ നമ്മുടെ സച്ചി വന്നത്. അതുകൊണ്ട് തന്നെ സച്ചി ആ ഒരു മാല ഇങ്ങ് എടുത്ത പാടെ സുധിയും ശ്രുതിയും ഒക്കെ പേടിച്ചു. ഇനി ഇവനെങ്ങാനും ഈ മാലയും കൊണ്ട് ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ കല്യാണം മുടങ്ങുമല്ലോ, ചെറിയൊരു കാര്യം മതി. അങ്ങനെ ഇവർ പേടിച്ച് നിൽക്കുമ്പോഴത്തേക്കിനും നമ്മുടെ അച്ചമ്മ പറഞ്ഞു, മോനെ സച്ചി നീ എന്താ ഈ കാണിക്കുന്നത്? അച്ഛമ്മേ, ഈ കല്യാണം നടക്കണമെങ്കിൽ രേവതിയോട് മാപ്പ് പറയാനായിട്ട് ഇവരോട് പറയും. അപ്പം പെട്ടെന്ന് തന്നെ ചന്ദ്രമതി ആണെങ്കിലും മാപ്പ് പറയാനൊക്കെ ഇച്ചിരി വിഷമമുള്ളതാണെങ്കിലും കല്യാണം നടക്കണമല്ലോ, ഏകദേശമൊക്കെ ഒന്ന് മാപ്പ് പറയുന്ന ആ ഒരു അവസ്ഥയിലൊക്കെ എത്തി. അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കിനും നമ്മുടെ രേവതി പറഞ്ഞു, നിങ്ങൾ എന്താ ഈ കാണിക്കുന്നത്? ദേ അച്ഛനെയും അച്ഛമ്മയെ കുറിച്ചെങ്കിലും നിങ്ങളൊന്ന് ആലോചിക്കണ്ടേ? നല്ലൊരു കാര്യം നടക്കുന്ന സമയത്ത് ഇങ്ങനെയാണോ കാണിക്കുന്നതെന്നും പറഞ്ഞ് അവൾ ആ ഒരു താലി അത് അവിടെ സച്ചിയെ കൊണ്ട് തന്നെ തിരിച്ചു വെപ്പിക്കുകയാണ്. അപ്പൊ ചന്ദ്രമതിയുടെ ശ്വാസം നേരെ വീണു. ചന്ദ്രയ്ക്ക് ആശ്വാസമായി. ചന്ദ്ര അവിടെ അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കിനും സാരയില്ല, അമ്മ എന്നെ എപ്പോഴും പറയുന്നതല്ലേ, അത് സാരയില്ല, ഞാൻ സഹിച്ചോളാന്നും പറഞ്ഞ് നമ്മുടെ രേവതി അവിടെ നിൽക്കുമ്പോഴത്തേക്കിനും സച്ചിയാണെങ്കിൽ, ദേ ഇവളുടെ ഈ ഒരു നന്മ ഇത് നിങ്ങൾക്ക് തിരിച്ചറിയാനുള്ള ബുദ്ധിയും ബോധവും ഇല്ലല്ലോ, നിങ്ങളെ ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ലാന്നും പറഞ്ഞ് അവൻ ദേഷ്യപ്പെട്ട് അവിടെ നിൽക്കുന്ന സമയത്താണെങ്കിലും തിരുമേനിയാണെങ്കിലും പറയാണ്, അതെ ആരെക്കുറിച്ചിട്ടാണ് ഇത്ര അപശകുനമാണെന്നും അത് ഗതി പിടിക്കാത്തവളാണ് എന്നും ഒക്കെ പറയുന്നത്? ഈ രേവതി മോളുണ്ടല്ലോ, ഈ അമ്പലത്തിൽ നടക്കുന്ന ഏതൊരു ചടങ്ങിനും മുഖ്യ കാർമ്മികത്വമൊക്കെ നിൽക്കുന്നത്, അവിടെ സഹായത്തിന് നിൽക്കുന്നത് രേവതി തന്നെയാണ്. ഞാൻ ഇവിടെ ശാന്തിയായി ഇരിക്കുന്ന കാലത്തോളം ഞാൻ ഈ കുട്ടിയെ കണ്ടിട്ടുണ്ട്. ഇവള് ചെറിയ പ്രായം തൊട്ടേ അമ്പലത്തിലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കുട്ടിയാണ്. അത് നിങ്ങൾക്ക് അവളെക്കുറിച്ച് നല്ലതുപോലെ അറിയാത്തത് കൊണ്ടാണ്. ഈ ഇരിക്കുന്ന ക്ഷേത്രത്തിലെ ദേവിയുടെ ഏറ്റവും അധികം പ്രിയപ്പെട്ടവളാണ് രേവതി, ദേവി ചൈതന്യമുള്ള കുട്ടിയാണ് എന്നൊക്കെ തിരുമേനി ഇങ്ങനെ വിളിച്ചു പറയുമ്പോഴത്തേക്കിനും ചന്ദ്രയാണെങ്കിൽ ഇതൊക്കെ പറയുകയും ചെയ്തു. തിരുമേനിയാണെങ്കിൽ അവളെ വാനോളം പുകഴ്ത്തി പറയുന്നതൊക്കെ ഉണ്ട്. ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ ചന്ദ്രയ്ക്ക് ദേഷ്യം വരികയാണ്. അപ്പൊ സച്ചിയാണെങ്കിൽ തലയൊക്കെ കുലുക്കി. ഇത്രയും നേരവും തൻ്റെ ഭാര്യയെക്കുറിച്ച് മോശമായിട്ട് പറഞ്ഞ ചന്ദ്രമതിക്ക് കൊടുക്കാവുന്ന ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഒരു മറുപടിയാണ് തിരുമേനി കൊടുത്തത്. അതുകൊണ്ട് തന്നെ നമ്മുടെ സച്ചി ഇങ്ങനെ സന്തോഷത്തിൽ തലയൊക്കെ ഉയർത്തി ഇങ്ങനെ നിൽക്കുകയാണ്. കേട്ടോ എന്നുള്ള രീതിയിൽ. അപ്പൊ ചന്ദ്രയാണെങ്കിൽ കുശുമ്പാണല്ലോ മൊത്തത്തില്. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരി ഇങ്ങനെ കുശുമ്പുള്ള രീതിയിലൊക്കെ ഇങ്ങനെ മുഖം കാണിക്കുകയാണ്. ഈ സമയത്താണെങ്കിൽ നമ്മുടെ രവി പറഞ്ഞു, എൻ്റെ ചന്ദ്രേ, ദേ ഈ മോളുടെ നന്മ തിരിച്ചറിയണമെങ്കിൽ നീ ഇനി ഒന്നുകൂടെ ജനിക്കണം.
നിന്നെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നിന്റെ തലയിൽ ഇനി ഇതൊന്നും കയറാനും പോകുന്നില്ല. ദേ മോളെ, എന്തായാലും ഈ അച്ഛനും അച്ഛമ്മയ്ക്കും ഒക്കെ അറിയാം ഞങ്ങളുടെ വീട്ടിലെ ഐശ്വര്യമാണ് ഞങ്ങളുടെ മോളെന്നുള്ള കാര്യം. അതുകൊണ്ട് ദേ ചന്ദ്രൻ, നീ ഇപ്പൊ ഈ കാണിക്കുന്ന കാര്യങ്ങൾ ശ്രുതിക്ക് പോലും പേടി ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. മൂത്ത മരുമകളോട് നീ ഇങ്ങനെയൊക്കെയാണ് കാണിക്കുന്നതെങ്കിലും ഇനി ആ വീട്ടിലേക്ക് വരാൻ പോകുന്ന ശ്രുതി നിന്നെ പേടിക്കേണ്ടി വരില്ലേ എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും ചന്ദ്രമതി ആണെങ്കിൽ ശ്രുതിയുടെ മുഖത്തേക്കൊന്ന് നോക്കി. അപ്പൊ ശ്രുതിക്കാണെങ്കിൽ നമ്മുടെ നവീൻ വരുമോ ഇല്ലയോ എന്നുള്ള കാര്യം അറിയത്തില്ലല്ലോ. അതുകൊണ്ട് തന്നെ ശ്രുതി അവിടെ ഭയപ്പെട്ടിരിക്കുന്നത് കാണിച്ചുകൊണ്ടാണ് നാളത്തെ ആ ഒരു വിശേഷം അവസാനിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ.